ഹലോ. ആ അതെ അതെ ആണ്ടേ അതെ. ആണ്ടേ ആ ഒരു മിനിറ്റ് വാ 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 പിന്നെ വിളിക്കാം. നമസ്കാരം ആണ്ടേ. നമസ്കാരം. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. എനിക്ക് ഓടണം. എന്താ എൻ്റെ വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. പോണു ഇങ്ങനെ. എപ്പോഴാ വന്ന നാട്ടിൽ നിന്ന്? വന്ന് 2-3 ദിവസമായി. 2-3 ദിവസമായോ? പിന്നെന്താ വിളിക്കാത്തത്? വന്നിട്ട് ഒരേ തളവളിയാ. റെസ്റ്റ് എടുക്കാൻ വേണ്ടി 2-3 പുറത്തിറങ്ങാതെ അങ്ങനെ കടന്നു തുടങ്ങി. ശരി, ആണ്ടി കണ്ടിട്ട് പോകണം വന്നതാ. ശരി, വളരെ നല്ലത്. അമ്മ അവരൊന്നും വന്നില്ല അല്ലേ? പിന്നെ വരുന്നുള്ളൂ പറഞ്ഞു. അല്ല, അമ്മ അച്ഛനും ഒക്കെ അവിടെ നിന്നു. ഭാര്യ കുട്ടികളും അവിടെ നിന്ന് അവിടെ വീട്ടിൽ പോയി. ശരി, ഫംഗ്ഷൻ കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. എങ്ങനെ നടന്നു ഫംഗ്ഷനൊക്കെ? നന്നായിട്ട് നടന്നാ? അടിപൊളിയാ. ശരി. ചേച്ചി ആണ്ടേ വരാൻ പറഞ്ഞല്ലോ. വരാൻ പറ്റിയില്ല. അപ്പൊ എന്താ ചെയ്യാ? വേറെ ദിവസം നിങ്ങളുടെ നാടൊക്കെ കാണാൻ വരാം. ശരിയുള്ളതാ. പിന്നെ എങ്ങനെയാ വന്നേ? ബസ്സിലോ ട്രെയിനിലാ? ട്രെയിനില. റിസർവേഷൻ കിട്ടിയില്ലേ? ബർത്തൊക്കെ സൗകര്യമായിരുന്നോ? സുഖമായിട്ട് വന്നു. അങ്ങനെ ട്രെയിനിൽ വരാന്നല്ലേ? ബാത്റൂമൊക്കെ ഉണ്ടല്ലോ. ബസ്സിൽ പോയാൽ അതൊരു പ്രശ്നമാണ്, ബാത്റൂം. ട്രെയിനിൽ വന്നാലേ വീട്ടിൽ കിടക്കണ പോലെ ഒരു സുഖം. ആണ്ടേ ഒരു ചെറിയ ഡൗട്ടാണ്. ചെറിയ ഡൗട്ടോ? എനിക്ക് ഡൗട്ട് ഇല്ലാത്തത് എപ്പോഴാ? എപ്പോൾ നോക്കിയാലും ഡൗട്ട്. നാട്ടിൽ പോയാലും പിന്നെ വേറെ എവിടെങ്കിലും പോയിട്ടാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് പറ, ഞാൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നാട്ടിൽ വന്ന് ട്രെയിനിൽ വന്നു. ഓക്കെ. അപ്പോൾ ട്രെയിനിൽ ഏരിയ കോച്ചിൽ ഒരുപാട് ആളുണ്ടായിരുന്നു. ഞാൻ കിടക്കണ എൻ്റെ കമ്പായത്തിൽ ഒരു 3 ആളായിരുന്നു. അതെങ്ങനെ ഞാൻ ചെന്നൈക്ക് പുറപ്പെട്ടു. എൻ്റെ ബർത്ത് താഴെയാണ്. അപ്പം അതിന് മുകളിൽ വേറെ അടുത്ത് വിജയവാഡക്ക് പോകണമെന്ന് പറഞ്ഞു. മിഡിൽ ബർത്ത്. അപ്പർ ബർത്തിൽ കൽക്കട്ട പോകണമെന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പം 3 ആളും അവർ ബർത്തിൽ കിടക്കാം. അപ്പം ടി ടി ആർ വരുമ്പോൾ ടിക്കറ്റ് കാണിച്ച് എല്ലാം അപ്പോൾ ശരിയാക്കി അവർ പോയി. പിന്നെ അങ്ങ് ഭയങ്കര ഡൗട്ടാണ്. ഒരുത്തൻ കൽക്കട്ടക്ക് പോകണമെന്ന് പറഞ്ഞു, വിജയവാഡ പോകണമെന്ന് പറഞ്ഞു, ഞാൻ ചെന്നൈക്ക് പോകണമെന്ന് പറഞ്ഞു. ഈ 3 ബർത്ത് എങ്ങനെ പോവാണ് ഞാൻ ആളെ വെച്ചുക. പിന്നെ ഒരു ട്രെയിനിൽ എങ്ങനെയാ പോവുക 3 സ്ഥലത്തേക്ക്? അതാ ഡൗട്ട്. ആ ഡൗട്ടിൽ അങ്ങനെ ആളെ വെച്ചിട്ട് പിന്നെ കടന്ന് ഉറങ്ങി. നീക്കുമ്പോ പിന്നെ ചെന്നൈ എത്തി. ഞാൻ ഇറങ്ങി. പിന്നെ അവര് പുറത്തെ ഇറങ്ങി. എവിടെ പോയെന്ന് അറിയില്ല. ആര്? എൻ്റെ ഒപ്പം കിടന്നത്. അപ്പൊ അവര് ട്രെയിനിലുണ്ടാവും. ഇല്ലേ, ഞാൻ ഇറങ്ങുമ്പോ അവരും ഇറങ്ങി. ഞാൻ പിന്നെ പുറത്ത് വന്നു. അവരെവിടേക്കാ പോണെന്നാ പറഞ്ഞേ? വിജയവാഡ. അവര് ചായ കുടിക്കാൻ ഇറങ്ങിയതായിരിക്കും. 10-15 മിനിറ്റ് ചെന്നൈ സെൻട്രലിൽ നിൽക്കും വണ്ടി. നിന്നാലും അത് 10-15 മിനിറ്റ് നിൽക്കും അവിടെ, ചായ കുടിക്കാനും ടിഫിൻ കഴിക്കാനൊക്കെ. അവരതിന് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കയറും അതിൽ. പിന്നെ അവരടുത്ത ഫോൺ നമ്പർ ഞാൻ മേടിച്ചിട്ടെങ്കിൽ ഫോൺ ചെയ്ത് വിസാരിക്കാറുണ്ട്. പിന്നെ അതും പറ്റില്ല. പിന്നെ അങ്ങനെ അതേ ചിന്ത, അവർ എങ്ങനെ പോയി, എവിടെ പോയിട്ടുണ്ടാവും. ട്രെയിൻ അവിടെ തന്നെ നിൽക്കണേ. ട്രെയിൻ പോണത് ഞാൻ കണ്ടത്. പിന്നെ അങ്ങനെ വന്നു. അതാണ് ഡൗട്ട്. ട്രെയിന് കുറച്ച് നേരം നിന്നിട്ടേ പോകുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങിണ്ടാവും. ഇപ്പോൾ ഈ ട്രെയിന് കൽക്കട്ടയ്ക്കല്ലേ പോണേ? കൽക്കട്ടയ്ക്ക് പോണ ട്രെയിന് ആന്ധ്ര വഴി വിജയവാഡ വഴിയൊക്കെയാണ് പോവുക. വിജയവാഡക്കാരൻ വിജയവാഡയിൽ ഇറങ്ങും. പിന്നെ ഭുവനേശ്വരത്തോ എവിടെയെങ്കിലും ഇറങ്ങാനുള്ളവരാണ് ഇവിടുന്ന് കയറിയിട്ട് അവിടെ പോയി ഇറങ്ങും. അങ്ങനെ പല സ്ഥലത്തേക്കും വരും. കൽക്കട്ടക്കാരൻ ലാസ്റ്റിൽ കൽക്കട്ടയിൽ പോയി ഇറങ്ങും. അത് ഒരേ ട്രെയിനാണ്, അത് മനസ്സിലായില്ലേ? ഒരേ ട്രെയിനിൽ വേറെ സ്ഥലത്തേക്ക് അത് ത്രൂ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ കേരളത്തിൽ നാട്ടിലെ പുറപ്പെട്ട ട്രെയിൻ കൽക്കട്ട വരെ പോവും. അപ്പോൾ വിജയവാഡ ഒക്കെ പോയിട്ടേ പോകുള്ളൂ. അതറിയില്ല ഇതുവരെ. ഞാൻ വിചാരിച്ചു പിന്നെ ഇവന്മാർ എങ്ങനെ പോവാണ് ആലോചിച്ച് തല പൊന്നായി. ഇപ്പം മനസ്സിലായി. അപ്പം ആ ട്രെയിനാണ് കൽക്കട്ട വരെ പോണത്. ഇതെല്ലാം ഒരു ഡൗട്ട്. ഇപ്പം മനസ്സിലായി.
നിനക്കൊരു 3 കുട്ടികളുടെ അച്ഛനല്ലേ, ഇതും കൂടി അറിയില്ല നിനക്ക് ട്രെയിനിൻ്റെ? അത് ആലോചിക്കണേ. നീ ആലോചിക്കാഞ്ഞിട്ടല്ല, നീ എന്തെങ്കിലും അറിയാനുള്ള പരിശ്രമിക്കണില്ല. എന്താ അതാണ് നിന്റെ പരിശ്രമിക്കണില്ല, ശ്രമിക്കണില്ല. ഇപ്പൊ ക്ലിയറായോ? ഇനി അടുത്തത് വേറെ ഒരു ഡൗട്ടും കൊണ്ട് വരുമോ? തന്നെ ട്രെയിനിലെല്ലാം പോകണ്ടേ, എവിടെയെങ്കിലും പോകും. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. ഞാൻ കഴിച്ചിട്ടില്ലേ, ഇവിടെ ഉണ്ട്, ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. ചിലപ്പോ ബാത്റൂമിൽ പോയിട്ട് ബ്രഷ് പേസ്റ്റ് ഉണ്ടാവില്ലേ? പേസ്റ്റ് എല്ലാം ഉണ്ട് അവിടെ. കുളിച്ചിട്ടില്ലല്ലോ? അപ്പൊ കുളി എല്ലാം കഴിഞ്ഞിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം. എല്ലാം ഷാമ്പു, സോപ്പ് എല്ലാം തോർത്തൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, ഓക്കെ, കുളിച്ചിട്ട് വാ.